ദൈവമേ, കണ്ണും പിടിക്കാതായല്ലോ. ഇനി കണ്ണ് കാണുന്നില്ലെന്ന് പറയും. കണ്ണാടി വെച്ചതിന്റെ പേരിൽ ഇനി പെണ്ണ് കിട്ടാതാവോ? സണ്ടേക്കല്ലേ, നമുക്കൊരു ഫണ്ടാക്കണ്ടടി. നിന്റെ ഫണ്ട എനിക്ക് അങ്ങോട്ട് അരച്ച് വരുന്നുണ്ട് നിനക്ക്. നീ വീഡിയോ കോളി. കിട്ടി. പേരിന്റെ കൂടെ വാലുള്ള യുവതി, 28 വയസ്സ്, ലൈംഗികതയ്ക്ക് താല്പര്യമില്ലാത്ത യുവാക്കളിൽ നിന്നും തോക്ക് കിട്ടിയിട്ട് വെടിവെക്കില്ലോ എന്ന് പറയുന്ന അവസ്ഥയാണല്ലോ ദൈവമേ. മാട്രിമോണി സൈറ്റും ഡേറ്റിംഗ് ആപ്പ് തപ്പി ഞാനൊരു വഴിയായി. ഇനി എന്തായാലും കുഴപ്പമില്ല, ഇത് വിളിക്കാം. മോളൂസേ, എന്താണ് റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ? ഞാനേ റൂമിലോട്ട് പോവാ, നീ ഒന്ന് വിളി. ഹലോ, പത്രത്തിലൊരു പരസ്യം കണ്ടായിരുന്നു. 28 വയസ്സ് യുവതി, ലൈംഗിക താല്പര്യമില്ലാത്ത. ഓക്കെയാണ്, എനിക്ക് ഡിമാൻഡൊക്കെ ഓക്കെയാണ്. പിന്നെ ചെറുപ്പക്കാരന് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ തോന്നിയാൽ പുറത്ത് പോയി ആവാലോ അല്ലേ? ശരി, ഓക്കെ, താങ്ക് യു. ഒത്തില്ല, കുറെ നാളായില്ലേ നീ വിളിച്ചിട്ട്. ഞാൻ റൂമിലോട്ട് പോയാണേ, നീ വിളിക്കണേ, മറക്കല്ലേ. ഞാൻ റൂമിലോട്ട് പോവാ. മോളൂസേ, വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിക്കാത്ത എന്താ? ഞാൻ റൂമിൽ കയറി കഥ അടച്ചിരിക്കാൻ സമയം കുറേ ആയി. നീ വിളിച്ച് ഈ മലരമ്പൻ എന്താണ്? എനിക്കൊരു സാധനം എടുക്കാനുണ്ട്, നീ ഒന്ന് തുറ. എന്താ സാധനം എടുക്കാനാടാ? തുറക്കടാ. ഇയാൾക്ക് എന്തുവാണ്? എന്റെ സർട്ടിഫിക്കറ്റ്. ഏത് സർട്ടിഫിക്കറ്റ്? ഇയാൾക്ക് സർട്ടിഫിക്കറ്റ്? എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. എവിടെ? ഞായറാഴ്ച ആയിട്ട് ഇയാൾക്ക് എവിടെ ഇന്റർവ്യൂ? അതൊക്കെ എനിക്കുണ്ട്. നീ മതിയാക്കി എന്റെ സർട്ടിഫിക്കറ്റ് എടുത്തേ. ഇയാളെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇവിടെ ഇല്ല. എന്റെ പൊന്നെ, അപ്പുറത്തെ മുറിയിലെങ്ങാണെ കാണും. ഒന്ന് പോയി താടേ. വല്ലാത്ത ശല്യം. പോകുന്നിറങ്ങി. മോസേ, അത് ചേട്ടൻ വന്നത് സർട്ടിഫിക്കറ്റ് ചോദിച്ചു വന്നത്. അതൊക്കെ വിളി. നീ ഏത് ഡ്രസ് ഇട്ടിരിക്കുന്നേ? ഷെഡിയോ? മോളൂസേ, നീ അല്ലായിരുന്നില്ലേ? അത് പുറത്തൊന്നും എടുത്തില്ല. ഞാൻ ഒന്ന് ഡീൽ ചെയ്തിട്ട് വിളിക്കാം കേട്ടോ. നീ പോവല്ലേ. നീ ലൈനിൽ നിൽക്കും. തനിക്കെന്തോ വേണ്ടത്? എന്റെ നീല ഷെഡി കാണോ? നീല ഷെഡി. ഇയാൾക്ക് എന്തിടേ? എന്റെ നീല ഷെഡി ഉണ്ട്. ഇയാളെ ഷെഡി ഒന്നും ഇവിടെ ഇല്ല. ഇയാളെ ഷെഡി ഇവിടെ എന്തിനാണ്? ഷെഡി ഇവിടെ ഉണ്ട്. ഇല്ല, ഇവിടെ നീല ഷെഡി. ഇവിടെ നീല ഷെഡി ഒന്നും ഇല്ലോ. ഇവിടെ കാണൂടോ എന്റെ നീല ഷെഡി. ഇയാളെ നീല ഷെഡി കൊണ്ട് ഇവിടെ എന്താ കാണിക്കാനാ? നിലയും വിലയൊക്കെ കാണിച്ചോളാം ചെറുതായിട്ട്. അല്ലാത്ത ശല്യം തന്നെ. നീല ഷെഡി. നീല ഷെഡി. എടാ കള്ള. എടാ, ആദ്യം 4-5 ചെട്ടി വാങ്ങി, എന്നിട്ടുണ്ടാക്കും നിലയും വിലയൊക്കെ. എന്നിട്ട് ആ ഫോണിലുള്ളത് കേട്ടാ. അയാൾ പോടെ. ഞായറാഴ്ച ആയിട്ട് ഉള്ള കമ്പി പരിപാടി അയാൾ കൊണ്ട് കളഞ്ഞു. പുള്ളി നീ ഇപ്പൊ ഇവിടെ വെറുതെ ഇരിക്കുക. അനിയൻ, ഞായറാഴ്ച ആയിട്ട് ഇങ്ങനെ കിടക്കാനാണോ പരിപാടി? നമുക്കൊന്ന് ചൂണ്ടയിടാൻ പോയാലോ? വന്നില്ലെങ്കിലോ? ഇതുവരെയുള്ള സകലമാന ഉടായ്പും താഴെ പോയി ഞാൻ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു കൊടുക്കും. ചേട്ടൻ താഴോട്ട് വിട്ടോ, നാളങ്ങ് വന്നേക്കാം. ഞാനൊരു 15 മിനിറ്റ് താഴെ വെയിറ്റ് ചെയ്യും. വന്നില്ലെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കും, അത്രേ ഉള്ളൂ. വാ. ഓ ചേട്ടാ, താഴോട്ട് വെക്കോ, ഞാനങ്ങ് വരാം. ദേവി അങ്ങനെയൊക്കെ ഉണ്ട്. ഒന്ന് പൊക്കടാ. പോയി ഞാൻ മടുത്തടാ. എനിക്ക് മടുത്തടാ. നിനക്കെന്താ ജീവിതം ജീവിതം ഈർക്കിലി മടുത്തുന്നു. പറടാ. 10,000 വൈകിട്ടത്തേക്ക് മതിയാ. 6:30 ആകുമ്പോ. എനിക്കൊരു 20 കിട്ടാണ്ട്. അത് 10 അങ്ങോട്ട് വരാം. വേണ്ട. വേറെ ആരുടെ ചോദിക്കണ്ട. അതൊക്കെ നാണകരല്ലേ. അളിയാ, ഷിൻഡോ ഉള്ളപ്പോ എന്തിനാളിയാ നീ വേറൊരാളുടെ ചോദിക്കുന്നത്? ഷിൻഡോ ഇവിടെ ഉണ്ട്. ഡോണ്ട് വറി. ഓക്കെ, സെറ്റ്. എന്ത് പറയും? ഒരു ദിനം EMI അടയ്ക്കാൻ 10,000 രൂപ ആണോന്ന് പലരോടത്തും പോയി ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തില്ലേ? നാണക്കെടല്ലേ. നമ്മളെ പിള്ളേരെ സഹായിക്കാൻ നമ്മൾ തന്നെ വേണ്ടേ? ഈ ഷിൻഡോടാ അതാണ്. എടാ അനീഷേ, കൊല്ലം കുറെ ആയി ഷിൻഡോ ഈ ഈർക്കിലി കളി തുടങ്ങിയിട്ട്. നീയൊക്കെ കണ്ടും കാണാതെയും ഷിൻഡോ പല ഈർക്കിലും തെറിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നും ഷിൻഡോയ്ക്ക് ഒരു റിഗ്രറ്റും ഇല്ലടാ. ഇന്ന് ഈ കളിയും തോറ്റേച്ച് ഷിൻഡോ വീട്ടിലോട്ട് പോകുമ്പം ഷിൻഡോ പഴയ ഷിൻഡോ തന്നെ ആടാ. ഇതേ ഷിൻഡോടെ കളിയാടാ.
ഇരുന്ന് കൊണയടിക്കാതെ കളി എൻ്റെ ഷിൻഡോ സാറേ. എൻ്റെ കളി കഴിഞ്ഞ അടുത്ത നിൻ്റെയും. എന്തൊരു കഴപ്പാണ് ഇങ്ങേർക്ക്, ഇത് എന്തിൻ്റെ കേടാണ്. ഞായറാഴ്ച നേർച്ച വല്ലതും ഉണ്ടോ? മീന് തീറ്റ കൊടുക്കണമെന്നല്ലോ. കെട്ടി പിള്ളേരെ ഉണ്ടാക്കിയായിരുന്നെങ്കിൽ പിള്ളേർക്കെങ്കിലും കൊടുക്കായിരുന്നു. ഇനിയിപ്പം മീനെങ്കിലും കൊടുക്കാൻ സോമ ഓ എങ്ങോട്ടാ വലതും ചെറുതും കൂടെ? ചെറിയ സോമന വലിയ സോമന? ഇനി വേടേ സോമ അങ്ങനെ ബോറടിക്കരുത്, ഒരു എന്റർടൈൻമെന്റ് ആയി വാ. നീ വേടാ വേഗിട്ട് ഉമ്മാരെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഊരൂടാ. ഈ വേട്ടാവളി അനിയച്ചിച്ചൊരു വിഷയം കിളിത്തരേ പറയത്തുള്ളൂ. എങ്ങോട്ടാ വലതും ചെറുതും കൂടെ? ഓ മീന് തീറ്റ കൊടുക്കാൻ. ഓ അല്ല, മീൻ ചൂണ്ടയിടാ. കൊച്ചു സോമ, ഓ നീ ആ സുമാരണന്റെ മോളായിട്ടുള്ള കറക്കൊക്കെ നമ്മൾ അറിയുന്നുണ്ട് കേട്ടാ. അയ്യോ അണ്ണാ, ഈ വെസ്റ്റി ഞാൻ പാവം. വെസ്റ്റ് ഇപ്പൊ എല്ലാം അങ്ങനെ വെസ്റ്റ്. എന്താണ് നിന്റെ കല്യാണം? കല്യാണം ഞാനങ്ങനെ നോക്കുന്നൊന്നും ഇല്ലല്ലേ. പയ്യെ കുറച്ച് സമയം എടുത്ത് പയ്യെ ആവാം. പറയടാ കുട്ടാ, ജോലിയുടെ കാര്യമില്ലേ മോനെ? എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നാളെ രാവിലെ നീ അവിടെ ചെല്ലണം. അവിടെ ചെന്നിട്ട് ഷിൻഡോയുടെ പേര് പറയണം. എല്ലാം സെറ്റ്. പിന്നെ കുട്ടാ, 10-25,000 രൂപ സാലറി ഒക്കെ ഉണ്ടല്ലോ. വല്ലപ്പോഴൊക്കെ ഈ ഷിൻഡോ ചേട്ടനൊരു ബിയറൊക്കെ മേടിച്ച് തരണേടാ. ഷിൻഡോ ഒരു ചെറ്റാണെങ്കിൽ ഉപകാരിയാണ്. എന്താ പിന്നെ എന്താ പറഞ്ഞേ? അല്ല, ഷിൻഡോ വളരെ നല്ലവനാണെന്ന് പറയുകയായിരുന്നു. അത് ഷിൻഡോ. ചേട്ടാ, അപ്പൊ നീ കല്യാണം നോക്കുന്നിടേ? നല്ലൊരു പാർട്ടി ഉണ്ടായിരുന്നു. ഒരു 50 പവനും 10 ലക്ഷം രൂപ പോക്കറ്റ് മണി, ഒരു കാറും ഒക്കെ. പിന്നെ വസ്തുവൊക്കെ ആയിട്ട് കുറെ ഉണ്ടായിരുന്നു. നാട്ടിൽ നല്ല പയ്യന്മാരും വല്ലതും ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിന്റെ കാര്യം ആലോചിച്ചത്. ഇനിയിപ്പോ കുഴപ്പമില്ല, പോട്ടെ, വേറെ നോക്കാം. നോക്കാം, നല്ലതായി നോക്കാം, കുഴപ്പമൊന്നുമില്ല. അവന് ജാതകം ചേരണ്ടേ? ജാതകം ചേർക്കണം. പിന്നെ പെണ്ണിന്റെ അച്ഛൻ പാർട്ടിക്കാരനായതുകൊണ്ട് അതൊന്നും വിഷയമല്ല അവർക്ക്. അല്ലടാ, ഇവന്റെ വീട്ടിൽ ജാതി പോകത്തില്ലേ? ജാതി ഏതായാലും മനുഷ്യൻ നന്നായെന്ന് പോരെ. പക്ഷെ അത് പോയില്ല. അല്ല, ജാതി നോക്കും. ഞങ്ങളുടെ ആൾക്കാരാണെങ്കിലും ഞങ്ങൾ നോക്കത്തുള്ളൂ. അപ്പൊ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലടാ, നമുക്ക് വേറെ നോക്കാം. മൂഞ്ചിക്കൊക്കെ 50 പവൻ കിട്ടുന്നേ വലിയ കാര്യം. ഇയാളെ ജാതി നോക്കി മീനും ചിരിക്കാൻ കോത്തോണ്ടിരി. എന്നാ ശരി, അളകട്ടെ. പഴ ഷിൻഡോക്ക് വരെ എന്നെ നല്ല മതുപ്പാ. ഞാൻ നല്ലവനാണ്, കണ്ട. അവൻ ലോകപ്പഴ നിങ്ങൾ 6 പേഴ. ഇത് വലിയ വ്യത്യാസമൊന്നും ഇല്ല. എടാ പരമാറി ഷിൻഡോ, ഇത്ര നാളായിട്ട് നിന്റെ കൂടെ ഞാൻ നിഴൽ പോലെ കൂടാണെന്നിട്ട് നല്ലൊരു കല്യാണാലോചന വന്നപ്പോഴത്തേക്ക് നീ അവനിട്ടുണ്ടാക്കി കൊടുത്തല്ലേടാ. ഏതാലോചന? ഇപ്പൊ നീ പറഞ്ഞ 50 ലക്ഷം രൂപയും 10 പോലും ഒരു കാറും. മോനെ കൂൾ കൂൾ, നിന്ന് അടങ്ങ്. നീ അവനെ നോക്കി, അവൻ ഇങ്ങോട്ട് വന്നപ്പോ എന്തോരം ഡിപ്രഷനിലായിരുന്നു. പക്ഷെ ഇപ്പൊ നീ അവനെ നോക്കി, അവൻ എന്ത് ഹാപ്പി ആയിട്ടാ പോന്നെ. അങ്ങനെ എല്ലാരും ഹാപ്പി ആവുണ്ടടാ. ആ അപ്പൊ എന്റെ സന്തോഷം നിന്നെ ഞാൻ വേറൊരു അവസരത്തിൽ സന്തോഷിപ്പിക്കില്ലടാ. ഇപ്പോഴെനിക്ക് ചെറിയൊരു സമാധാനമായത്. അവനെങ്ങാനും നല്ല കല്യാണം കിട്ടിയിരുന്നെങ്കിൽ എന്റെ അവസ്ഥ. എടാ, ഇതൊക്കെ ഷിൻഡോ മോണ്ടൊരു കളിയല്ലടാ. ഇപ്പോഴെനിക്ക് സമാധാനമായത്. ഹലോ, ആ പറ കുട്ടാ. അല്ലല്ല, അവനോട് ചോദിക്കണ്ട. അവിടെ CEO എന്ന് പറഞ്ഞിട്ട് ഒരുത്തരുണ്ട്. അവനോട് എൻ്റെ പേര് പറഞ്ഞാൽ മതി, ഷിൻഡോ. ആ ഓക്കെ മോനെ, ഓക്കെ. ആ അവന് ജോലി മേടിച്ചു കൊടുക്കണമെന്ന്. നമുക്ക് വേറെ പണിയില്ലാത്തതാണ്. നീ എനിക്ക് കല്യാണം നോക്കാൻ നോക്കും. നിനക്ക് അടുത്ത സെറ്റ് ചെയ്യാൻ റെഡിയാക്കി തരാം. നീ ഒരുങ്ങി ഇരുന്നോ. തോരു ചെമ്പല്ലി. എടാ മണ്ടൻ ചേട്ടാ, നീ ഇങ്ങനെ ജാതിയും ജാതകമൊക്കെ നോക്കി നിൽക്കാതെ നീ വല്ല പെണ്ണിനെയും കെട്ടാ. എന്നെ ഉരു കൊണ്ടുപോയി നീ വെള്ളം കെട്ടിപ്പോന്നേ പോ. കേട്ടില്ലേ? നീ ചുമ്മാ എങ്ങനെ നിൽക്കാ. ജിൻഡോ വിളിച്ചിട്ട് 10-500 ഇട്ട് കൊടുത്തിട്ട് ഓക്കെ ആകാൻ നോക്കി. നീയേ ഉണ്ടായിരുന്നുള്ളു. ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ കാണത്തില്ല. ഞാൻ പോകും. നീ തന്നെ ഇത് പറയണം കേട്ടോ. എനിക്ക് ഉരു കൊണ്ടു. എനിക്ക് പെണ്ണ് കെട്ടണോ? ഇയാള് ഞാൻ വിളിക്കാൻ ഞാൻ. ഒരു കോള് തീർന്നതിനോട് അടുത്ത കുളപ്പഴ വന്നേ. സോമ പറയണ സോമ. ആ ഷിൻഡോ, ഞാനൊരു 500 രൂപ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. ആ എന്തിനാടാ? ചുമ്മാ വെറുതെ ഒരു സന്തോഷത്തിന്. അതെ, ആ പെണ്ണിന്റെ ഡീറ്റെയിൽസും പെണ്ണിന്റെ വീട്ടുകാരുടെ ഡീറ്റെയിൽസും ഒന്ന് തന്നിരുന്നെങ്കിൽ നമുക്കതൊന്ന് മൂവ് ചെയ്യാമായിരുന്നു. ഡീറ്റെയിൽസ് പിന്നെ വേണം, നമുക്കത് മൂവ് ആക്കണം. ഓ, എന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. ഞാൻ വിളിക്കാടാ. വിളിക്കാന്നാ? വിളിച്ചേ, ഞാൻ വിളിച്ചാണ്. ഞാൻ വിളിച്ചോളാം. വിളിക്കാന്ന്. കല്യാണം മൂത്താരച്ച് 3 കിഴങ്ങായി. ഇനി അവനെ കളിയാ പോലും 50 പവൻ കട്ട് ചെയ്തടാ. മുഞ്ചിച്ച ഷിൻഡോ വലിപ്പിച്ചതാണോ? അവൻ മൂടൊടുപ്പിക്കാനുള്ള പരിപാടിയായിരിക്കും. ഓ, 500 പോയാലോടാ. പോയത് പോയി. നീ മീന് തീറ്റ കൊടു.